ശ്രീ അൻവർ സാദത്ത് 10 മിനിറ്റ് നീക്കി. സാർ, വകുപ്പുകളുടെ പേര് സത്യം പറഞ്ഞാൽ പറയുന്നില്ല, കാരണം അത്രമാത്രം വകുപ്പുകളുണ്ട്. അതുകൊണ്ട് ഈ പേര് പറയാതെ ഈ ഡിമാൻഡുകളൊക്കെ ഞാൻ ശക്തമായി എതിർക്കുകയാണ് സാർ. സാറ്, ഇന്നലെ നമ്മുടെ ബഹുമാനായ മെമ്പർ ശ്രീ KT ജലീലിൻ്റെ ഒരു LDFിൻ്റെ വികസന പ്രവർത്തനത്തെക്കുറിച്ചുള്ള നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗം കേട്ടു. സാർ, അദ്ദേഹം പറഞ്ഞത് LDF സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രസംഗത്തിൽ പറയുന്നുണ്ടായി, തിരുവനന്തപുരത്ത് 3 ആരാധനാലയങ്ങൾ ലൈറ്റ് ഇട്ട കാര്യം. ശരാ, ഞാൻ ഈ കാര്യം ഒന്ന് ചോദിക്കട്ടെ. തിരുവനന്തപുരത്തുള്ള പാളയം സെൻറ് ജോസഫ് പള്ളി, അതോടൊപ്പം തന്നെ പാളയം മുസ്ലിം പള്ളി, പാളയം ഗണപതി ക്ഷേത്രം, ഇവർ പറഞ്ഞു കേട്ട LDFിൻ്റെ സർക്കാർ വന്നതിന് ശേഷം എന്തോ കിഫ്ബി ഫണ്ടിൽ നിന്നും പണി കഴിച്ച് തീർത്ത് അവർ ലൈറ്റ് ഇട്ടാണ് ഈ പദ്ധതി ഈ ആരാധന കൊണ്ടെന്നാണ് ഇവരുടെ ആ വർത്തമാനം കേട്ടത് തോന്നുന്നത് സാർ. സാർ, അതുപോലെ തന്നെ LDF സർക്കാരിന്റെ കാലത്താണ് വേറെ ആറ്റുകാൽ പൊങ്കാല വലിയ രീതിയിൽ പറയണ്. ഈ ആറ്റുകാൽ പൊങ്കാല LDF മന്ത്രിസഭയുടെ തീരുമാനം എടുത്തുകൊണ്ട് ആ ആറ്റുകാൽ പൊങ്കാല ഇവിടെ നടപ്പിലാക്കിയ കൂട്ടാണ് ഇവർ പറയുന്നത്. സാറേ, ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കേരളം ഉണ്ടായ കാലം മുതൽ ഈ പള്ളിയും ക്ഷേത്രവും ചർച്ചും അതുപോലെ പൊങ്കാലയുള്ളതാണ്. ഇതെല്ലാം ഉള്ള ഇതൊക്കെ ഇവരുടെ നേട്ടമായി പറഞ്ഞു. എത്ര ഞാൻ ചോദിക്കണം, ഉളുപ്പില്ലേ ഇത് ഈ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ പറയാൻ സാധിക്കുന്നത്? സാർ, ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ മൊയ്തീൻ സാഹിബ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു. സാർ അതുപോലെ തന്നെ ഈ ലൈഫ് മിഷന്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പറയുകയുണ്ടായി. ഞങ്ങളുടെ നാട്ടില് സ്കൂളിൽ ഒരു ടീച്ചർ ഒരു കുട്ടികളുടെ ഒരു പടം വരച്ച് തങ്ങളുടെ വീടുകളുടെ പടം വരച്ചു കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. ഈ കുട്ടികൾ പല പടവും വരച്ചു കൊടുക്കുന്നത് ഒരു കുട്ടിയുടെ പടം തറ വരെയുള്ളൂ, 1 കിൻഡൽ പൊക്കം. അപ്പൊ അങ്ങനെ പല രീതിയിലാണ് കുട്ടികൾ സ്വന്തം വീട് വരച്ചു. കാരണം ലൈഫ് മിഷനിൽ കൊടുത്ത ഈ ഗഡു കൊടുക്കാത്തത് കൊണ്ട് പല വീടുകളുടെയും പണി വളരെ വളരെ പ്രയാസത്തിലാണ്. അവരൊക്കെ തറയും കിൻഡൽ പൊക്കവും ആയി നിൽക്കുകയാണ് സാർ. അവിടെയാണ് ഈ ലൈഫ് മിഷനെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ വീരവാദത്തോടെ പറഞ്ഞത്. സാറേ, മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ വിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ച ഫണ്ടിൽ 57% വെട്ടിക്കുറച്ചു. സാർ, 1.5 കോടി അനുവദിച്ചത് 65 ലക്ഷമായി കുറിച്ചു. സാർ, ഇതിന് ശക്തമായ പ്രതിഷേധം പറയാണ്. സാർ, കുട്ടികളുടെ കാര്യത്തിൽ എന്ത് കരുതലാണ് ഈ സർക്കാർ എടുത്തതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അവിടെയല്ലേ പൈസ പൂർണ്ണമായ പൈസ കൊടുക്കേണ്ടത് ആ വകുപ്പിന്, അത് കൊടുക്കുന്നില്ല സാർ. ശക്തമായ പ്രതിഷേധം. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് സാർ ഇത്. സാർ, ഞാൻ ഇന്നലെ ഈ എക്സൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഇന്നലെ കയറി നോക്കി. സാർ, കഴിഞ്ഞ 8 ദിവസം കൊണ്ട് 3568 റെയ്ഡുകൾ, 33,750 വാഹന പരിശോധന നടത്തി പിടിച്ചത് 1,09,00,000 മയക്കുമരുന്നാണ്. 500 മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടു. 554 കേസെടുത്തു എന്നാണ് എക്സൈസ് വകുപ്പിന്റെ വെബ്സൈറ്റ് കാണാൻ സാധിച്ചത്. സാർ, മയക്കുമരുന്നിനെതിരെ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കാൻ തദ്ദേശ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാറേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതിന് അപ്പോൾ വലിയ ജനവികാരമുണ്ടായി. ആ ജനവികാരം ഉണ്ടായപ്പോഴാണ് ഈ 8 ദിവസം കൊണ്ട് ഈ പറഞ്ഞ 3568 റെയ്ഡുകൾ നടത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ 9 വർഷം കൊണ്ട് ഇവർക്ക് ഈ താല്പര്യം അതിന് കാണിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ലഹരി ഇവിടെ ഇത്ര വ്യാപിക്കില്ലായിരുന്നു. ഈ ലഹരി കൊണ്ട് ഉപയോഗിച്ച് കൊലപാതകം ഉണ്ടാവില്ലായിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ വകുപ്പ് പരാജയമാണ്. ഞങ്ങൾ ആദ്യം ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ സഹകരിച്ചു, അതിനോട് പോസിറ്റീവായിട്ട് നിന്നു. രണ്ടാമത് അറിയുന്നപ്പോൾ കുറച്ച് സ്വരം മാറ്റേണ്ടി വന്നു, എന്നിട്ടും നന്നാവുന്നില്ല. അപ്പൊ അതുമാണ് പറഞ്ഞത്, ഈ വകുപ്പ് പരാജയമാണ്. ഒരു നോക്കുകുത്തിയായി എക്സൈസ് വകുപ്പ് മാറിയിരിക്കുകയാണ് സാർ. നമുക്കറിയാം, പല കേസുകളും പിടിക്കുന്നുണ്ട്, അതിന്റെ ഫോളോ അപ്പ് ഇല്ല, അതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നില്ല. അത് ഈ സർക്കാരിന്റെയും ഈ വകുപ്പിന്റെയും
പരാജയമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാർ. സാർ, എക്സൈസ് വകുപ്പിന് എന്തിനാ ഉപയോഗിക്കുന്നത്? എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് നേടിയെടുത്തുകൊണ്ട് ഈ സർക്കാരിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം മാത്രമാണ് എക്സൈസ് വകുപ്പിനെ ഒരു കറവ പശുവാക്കി മാറ്റിയതല്ലാതെ വേറൊരു ഗുണം സർക്കാർ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഇന്ന് കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത് സാർ. സാർ, അതുപോലെ തന്നെ ബാർ ഇടപാടിൽ നിന്നും പാർട്ടിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു. അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അല്ല ഈ വകുപ്പ് കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധ്യത. സാർ, എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, എക്സൈസ് വകുപ്പിന്റെ ശ്രദ്ധ ചെലുത്തേണ്ടത് ലഹരി കടത്തുകാർ, വ്യാജമദ്യം കൊണ്ടുവരുന്നവർ എന്നിവർക്ക് നടപടി സ്വീകരിക്കുന്നതിനും ലഹരി അനുബന്ധമായ കേസുകൾ നിയമപ്രകാരമുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതുമാണ്. ഇതിലൂടെ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും സാർ. ആയതിനാൽ സാർ, എക്സൈസ് വകുപ്പിനെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തിയിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തി ആ പൂർണ്ണ ചുമതല യുവജനകാര്യം, സ്പോർട്സ്, സാമൂഹ്യക്ഷേമം എന്നീ വകുപ്പുകൾക്ക് അത് കൈമാറണം. കാരണം അല്ലാതെ എക്സൈസ് വകുപ്പിന്റെ നമുക്കറിയാം അവരുടെ മുക്തി എന്നാ പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഉണ്ട് സാറ്, വിമുക്തി. ആ വിമുക്തി ഇന്ന് പ്രഹസനമാണ് സാർ. വിമുക്തിയിൽ എന്താണ് ജനം അറിയുമോ? ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് ക്ലാസ് എടുക്കുന്നു, അത് പഠിപ്പിക്കുന്നു, ഫോട്ടോ എടുത്ത് മേലുദ്യോഗസ്ഥന് അയച്ചു കൊടുക്കുന്നു. അവരുടെ വിമുക്തി അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് ഫോട്ടോ സെഷനായി, ഇത് ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ് സാർ. ഇതൊരു വസ്തുതയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ എൻഫോഴ്സ്മെന്റ് ഈ കേസുകൾ പിടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തി, എന്നിട്ട് എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കുറച്ചു തുക ഈ പറഞ്ഞ എക്സൈസ് മറ്റ് ഞാൻ പറഞ്ഞ വകുപ്പുകളിലേക്ക് കൊടുത്തുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാർ ക്ലാസ് എടുത്താൽ പോരാ, അവിടെ നല്ല രീതിയിലുള്ള ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് അവിടെ നമുക്കറിയാം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആളുകളുണ്ട്. ആ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കണം സാർ. സാർ, എനിക്കിപ്പോൾ ഭയപ്പെടുന്നത് കളമശ്ശേരി പോളിടെക്നിക്കിൽ SFI നേതാക്കളെ പിടിച്ച നമുക്കെല്ലാവർക്കും പറയാം, ഇത് പാർട്ടിക്കാരാണ്. ആ പാർട്ടിക്കാരെ ഇനി പിടിക്കേണ്ടി വരുമെന്നുള്ള ഭയപ്പാടിൽ, ഇനി ഇങ്ങനെയുള്ള കേസുകൾ വരുമെന്ന ഭയപ്പാടിൽ ഈ റെയ്ഡും കാര്യങ്ങളും നിർത്തരുതെന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് സാർ. പണ്ട് പാർലമെന്റില് SFIയെ കുറിച്ച് ഹൈബി ഈഡൻ പറയുകയുണ്ടായി നിരോധിക്കണമെന്ന്. പിന്നീട് കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തലയും പറയുകയുണ്ടായി. സാർ, അതൊരു വസ്തുതയാണ്. ഇത് ഇങ്ങനെ പോയാൽ അത് നിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് ജനങ്ങൾ അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. പാലക്കാട് ചെക്ക് പോസ്റ്റിൽ 7 എണ്ണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരില്ല സാർ. ഇവരില്ലാത്തത് കൊണ്ട് എക്സൈസ് കേസ് എടുക്കാൻ പറ്റില്ല സാർ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റുകൾ കർശന പരിശോധന അനിവാര്യമാണ്. കാരണം ചെക്ക് പോസ്റ്റ് വഴിയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇൻസ്പെക്ടറിനില്ലാത്തത് ഈ സർക്കാരിന്റെ പരാജയമാണ് സാർ, ഈ വകുപ്പിന്റെ പരാജയമാണ് സാർ. ഇതൊന്നും നോക്കാതെ മന്ത്രി അല്ലെങ്കിൽ അതൊരു വകുപ്പും ഇന്ന് യാതൊരു ഉത്തരവാദിത്തമില്ലാത്തൂടെ പോയാണ് സാർ. എക്സൈസ് വകുപ്പിന്റെ സാർ, സ്കൂളിന്റെ സമീപമുള്ള കടകളിൽ മിഠായി പോലും ലഹരി ചേർത്ത് വിൽക്കുന്ന സാഹചര്യമുണ്ട് സാർ. ഇതൊന്നും തടയാൻ ഈ സർക്കാരിനോ ഈ വകുപ്പിനോ സാധിക്കുന്നില്ല. അവിടെയും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ വകുപ്പിന്റെ പരാജയമാണ് സാർ. എക്സൈസ് വകുപ്പ് കേസുകൾ നമുക്കറിയാം പെരുപ്പിച്ച് കാണിക്കുകയാണ്. പെരുപ്പിച്ച് കാണിക്കുക എന്ന് വെച്ചാൽ സാർ, നമുക്കറിയാം സ്മോൾ അതുപോലെ ക്വാണ്ടിറ്റി പല രീതിയിലാണ്. സ്മോൾ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ മീഡിയം ക്വാണ്ടിറ്റി, അതുപോലെ വലിയ ക്വാണ്ടിറ്റി. ഈ ചെറിയ ക്വാണ്ടിറ്റി പിടിച്ച കേസുകൾ മാത്രം പിടിച്ചുകൊണ്ട് സാർ അവര് കേസിനെ പെരുപ്പിച്ചു കാണിക്കുന്നു. വലിയ ക്വാണ്ടിറ്റികളൊന്നും പിടിക്കുന്നില്ല സാർ. അപ്പൊ അങ്ങനെ കേസ് പിടിച്ചു വന്ന് പെരുപ്പിച്ചു കാണിക്കുക സാർ. ഇത് വക്കീലില്ലാതെ പോലും ചില കേസുകളിൽ പ്രതികളെ വിടുകയാണ് സാർ, നിസ്സാര ഫൈൻ അടച്ചുകൊണ്ട്. അപ്പൊ അത് ഗൗരവമായി കാണണം സാർ. സാറേ ഒരു ക്ലാസ്സിൽ 45 മിനിറ്റാണ് നമുക്കറിയാം. സ്കൂളിലെ വിദ്യാഭ്യാസ വകുപ്പിനുള്ള ഒരു ക്ലാസ് 45 മിനിറ്റാണ് സാർ. അതിൽ 5 മിനിറ്റ് കുട്ടികൾക്ക് പ്രായോഗികമായ വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഈ ഗവൺമെന്റ് എനിക്ക് ആവശ്യമാണ് സാർ. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പാഠ്യപദ്ധതിയിൽ ഇതിനെതിരെ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. പക്ഷേ അത് വിപുലമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം സാർ. ലഹരി അതിന്റെ
ലഹരിയും അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കുട്ടികളെ അപകടത്തിൽ ചാടാതിരിക്കുവാനും വീഡിയോ ഗെയിമിനെ കുറിച്ചും കുട്ടികളെ അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ച് ബോധവൽക്കരിക്കാനും ലൈംഗികമായ ചൂഷണം ചെയ്യാതിരിക്കുവാനും അതിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി സാർ അവസാനിപ്പിക്കാം സാർ. ഒരു പീരീഡ് ക്ലാസ്സിൽ ഒരു പീരീഡ് അനുവദിക്കാനും ആഴ്ചയിൽ ഒരു പീരീഡ് അനുവദിക്കാനും ഗവൺമെന്റ് തയ്യാറാണ് സാർ. ഈ എക്സൈസ് വകുപ്പിന്റെ കെടുകാര്യസ്ഥയിൽ പ്രതിഷേധിക്കുന്നു. അതിന് ഈ ശക്തമായി ഈ ഡിമാൻഡിനെ എതിർക്കുന്നു സാർ.